കൊണ്ടാണ് പാണ്ഡവർ സുഖമായി ജീവിക്കുന്നതെന്നും ഒട്ടും താമസിയാതെ ഞാൻ പാണ്ഡവരെ അപമാനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദുര്യോധനൻ ഭാര്യയെ ആശ്വസിപ്പിച്ച് ഇതിന് ശേഷമുള്ള ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ദുര്യോധനന്റെയും ദുശാസന്റെയും തിരനോക്ക്, അത് കഥകളിയിലുള്ള സമ്പ്രദായം പ്രകാരമുള്ള ചടങ്ങാണ്. അത് കഴിഞ്ഞാണ് ഒന്നാം രംഗം ആരംഭിക്കുന്നത്. ദുര്യോധനനും ദുശാസനുമാണ് ഈ രംഗത്തുള്ളത്. ഇന്ദ്രപ്രസ്ഥത്തിലെ പാണ്ഡവരുടെ സഭാഗ്രഹത്തിൽ ശില്പിയായ മയൻ ചെയ്തു വെച്ചിട്ടുള്ള സഭാഗ്രഹത്തെ പറ്റി ഇരുവരും ചർച്ച ചെയ്യുന്നു. മരതക, മാണിക്യ, കനകം എന്നിവ പതിച്ച ഈ സഭാഗ്രഹം പോലെ ഭൂമിയിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ലെന്നും എങ്ങനെയെങ്കിലും ഇന്ദ്രപ്രസ്ഥത്തെ കൈയടക്കി അവിടെ രാജാവാകണം എന്നും ദുര്യോധനനും ദുശാസനും അവരെ തീരുമാനിക്കാൻ രണ്ടുപേരുണ്ട്. ദുര്യോധന സഹോദരന്മാരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീട് മാതുലനായ ശകുനിയുമായി ആലോചിച്ച് ഒരു പദ്ധതി തയ്യാറാക്കാമെന്നും ഉറപ്പിക്കുന്നു. യാത്രയ്ക്ക് വേണ്ടിയ ഒരുക്കങ്ങളുടെ ചുമതല ദുശാസനൻ ഏറ്റെടുക്കുന്നു. താളമേളങ്ങൾ, ആന, തേര്, കുതിര, കാലാൾപ്പട എന്നിങ്ങനെയുള്ള സേനകളുമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇരുവരും യാത്രയാകുന്നു. രംഗം 2 പാണ്ഡവരുടെ സഭാസ്ഥലമാണ്. രംഗത്ത് ധർമ്മപുത്രരുടെ പാഞ്ചാലി, ഭീമസേന. ദുര്യോധനും ദുശാസനും പാണ്ഡവരുടെ സഭാസ്ഥലത്തെത്തുന്നു. ഉജ്ജ്വലമായ സഭാസ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചില സ്ഥലം ജലമുള്ളതായും ചില സ്ഥലങ്ങൾ ജലമുള്ള ഇടം സ്ഥലമായും കാണപ്പെടുന്നു. അതായത് സ്ഥലജല വിഭ്രമം ഉണ്ടാകുന്നു. ദുര്യോധനാദികൾ ജലത്തിൽ വീഴുന്നത് കണ്ട് പാഞ്ചാലി ചിരിക്കുകയും ഭീമൻ നിങ്ങളെ ഞാൻ ജലത്തിൽ നിന്നും കരകയറ്റാമെന്ന് കളിയാക്കുകയും ചെയ്യുന്നു. പാഞ്ചാലി ചിരിച്ചത് ഒരു അപമാനമായി തോന്നിയ ദുര്യോധനും ദുശാസനും ഇതിന് പകരം ചോദിക്കുമെന്ന് താക്കീത് നൽകി യാത്രയാകുന്നു. രംഗം 3 ശകുനിയുടെ ഗ്രഹം. ദുര്യോധനൻ ശകുനിയുടെ ഗ്രഹത്തിലെത്തി പാണ്ഡവരുടെ സഭാഗ്രഹത്തിൽ പോയി പാഞ്ചാലിയാൽ അപമാനിക്കപ്പെട്ട വിവരം ശകുനിയെ അറിയിക്കുന്നു. നീ ഒട്ടും വിഷമിക്കേണ്ട, ധർമ്മപുത്രരെ ചൂത് കളിക്കാൻ ക്ഷണിക്കുക, ഞാൻ ധർമ്മപുത്രരെ കള്ളച്ചൂതിൽ തോൽപ്പിക്കാമെന്ന് ഉറപ്പു നൽകുന്നു. രംഗം 4 ദുര്യോധനൻ ധർമ്മപുത്രരെ സമീപിച്ച് മാതുലനുമായ ശകുനിയുമൊത്ത് ചൂത് കളിച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുന്നു. ചൂതിനുള്ള പണയം ഞാൻ തന്നുകൊള്ളാമെന്ന് ദുര്യോധനൻ ധർമ്മപുത്രരെ അറിയിക്കുന്നു. രാജാക്കന്മാരുടെ ധർമ്മത്തിന്റെ ഭാഗമാണ് ചൂതുകളി. അതുകൊണ്ട് ധർമ്മപുത്രർ ശകുനിയുമായി ചൂത് കളിക്കാൻ തയ്യാറാകുന്നു. രാജ്യത്തിന്റെ ഭണ്ഡാരം, പടകൾ, ആയുധങ്ങൾ, മന്ത്രിമാർ, രാജ്യം, സഹോദരങ്ങൾ എന്നിങ്ങനെ ശകുനിയുടെ കള്ളച്ചൂതിലൂടെ ധർമ്മപുത്രർക്ക് നഷ്ടമാകുന്നു. ഒടുവിൽ ധർമ്മപുത്രനും പാഞ്ചാലിയും കൂടി പണയപ്പെട്ട് പരാജിതരാകുന്നു. തുടർന്ന് ദുര്യോധനൻ പാഞ്ചാലിയെ വരുത്തി ദാസിപ്പണി ചെയ്യിക്കാൻ ദുശാസനോട് ആജ്ഞാപിക്കുന്നു. ദുശാസനൻ പാഞ്ചാലിയെ തേടി പോകുന്നു. പാഞ്ചാലിയുടെ മുടിക്ക് പിടിച്ച് വലിച്ചും ഇഴച്ചും മർദ്ദിച്ചും സഭയിലെത്തിക്കുന്നു. തന്നെ രക്ഷിക്കണമേ എന്ന് ഭഗവാൻ കൃഷ്ണനെ സ്മരിച്ച് പാഞ്ചാലി വിലപിക്കുന്നു. ഇതിൽ ക്രുദ്ധനായ ദുശാസനൻ നിന്നെ കൃഷ്ണൻ എങ്ങനെ രക്ഷിക്കുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹത്താൽ പാഞ്ചാലിയുടെ അഴിക്കപ്പെട്ട വസ്ത്രങ്ങൾക്ക് പകരമായി വസ്ത്രങ്ങൾ വന്നുയർന്നുകൊണ്ടിരുന്നു. തുടർന്ന് പാഞ്ചാലി, ശകുനി, കർണൻ, ദുശാസനൻ, ദുര്യോധനൻ എന്നിവരെല്ലാം പാഞ്ചാലി ശപിക്കുന്നു. തന്നെ അപമാനിച്ച ദുശാസനനെ ഭീമൻ വധിച്ച് അവന്റെ മാറുകീറിയ രക്തം പുരണ്ട കൈകളാൽ മാത്രമേ തന്റെ അഴിഞ്ഞ മുടി കെട്ടുകയുള്ളൂ എന്ന് പാഞ്ചാലി ശപഥം ചെയ്തു. തുടർന്ന് 12 വർഷം വനവാസത്തിനും 1 വർഷം അജ്ഞാതവാസം ചെയ്യാനും പാണ്ഡവരോട് ദുര്യോധനൻ ഉത്തരവിടുന്നു. പാണ്ഡവർ രാജ്യം വിട്ട് വനത്തിലേക്ക് പോകുന്നു. രംഗം 5 ശ്രീകൃഷ്ണനും പാഞ്ചാലിയുമാണ് രംഗത്തുള്ളത്. വനവാസവും അജ്ഞാതവാസവും പൂർത്തിയാക്കിയ ശേഷം ധർമ്മപുത്രർ പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം ലഭിക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണനെ കൗരവസഭയിലേക്ക് ഒരു ദൂതനായി പോകുന്നു എന്നറിഞ്ഞ പാഞ്ചാലി ശ്രീകൃഷ്ണന്റെ സമീപം എത്തി തന്റെ അഴിഞ്ഞുകിടക്കുന്ന മുടിയെയും തന്റെ ശപഥത്തെയും ഓർമ്മിപ്പിക്കുന്നു. നിന്റെ ശപഥം നീ ആഗ്രഹിച്ചതുപോലെ നിറവേറും, ധൈര്യമായിരിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കുന്നു. ശ്രീകൃഷ്ണൻ രഥമൊരുക്കി കൗരവസഭയിലേക്ക് യാത്രയാകുന്നു. രംഗം 6 കൗരവസഭ. ശ്രീകൃഷ്ണൻ കൗരവസഭയിൽ എത്തുന്നു. ദുര്യോധനോട് പാണ്ഡവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. വിസമ്മതിക്കുന്ന ദുര്യോധനോട് 5 ദേശം അല്ലെങ്കിൽ 5 വീട് അല്ലെങ്കിൽ 1 വീട് എന്നിങ്ങനെ അപേക്ഷിച്ചു നോക്കി. സൂചി കുത്താനുള്ള അവകാശം പോലും പാണ്ഡവർക്ക് നൽകുകയില്ലെന്ന് ദുര്യോധനൻ ശ്രീകൃഷ്ണനെ അറിയിക്കുകയും തുടർന്നുള്ള സംവാദത്തിൽ ശ്രീകൃഷ്ണനെ ബന്ധിക്കുവാൻ ദുര്യോധനനും ദുശാസനും മുതിരുന്നു.
ശ്രീകൃഷ്ണൻ തന്റെ വിശ്വരൂപം പ്രകടിപ്പിക്കുന്നു. ദുര്യോധനും ദുശാസനും മോഹാത്സ്യപ്പെട്ട് വീഴുന്നു. കൃഷ്ണന്റെ വിശ്വരൂപം കണ്ട് മുമുക്ഷു പ്രത്യക്ഷപ്പെട്ട് ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്നു. ശ്രീകൃഷ്ണൻ അപ്രത്യക്ഷമായി. മോഹാത്സ്യം തെളിഞ്ഞ ദുര്യോധനനും ദുശാസനും പാണ്ഡവരുമായി യുദ്ധത്തിന് തയ്യാറാകുന്നു. ദുര്യോധനൻ ഗത നൽകി ദുശാസനെ യുദ്ധകളത്തിലേക്ക് അയക്കുന്നു. രംഗം 7 യുദ്ധകളമാണ്. രൗദ്രഭീമൻ ദുശാസനെ പോരിന് വിളിക്കുന്നു. ഇരുവരും തമ്മിൽ യുദ്ധത്തിൽ ദുശാസനെ ഭീമൻ വധിക്കുന്നു. ദുശാസനന്റെ മാറ് കീറി ചോര പുരണ്ട കൈകളാൽ പാഞ്ചാലിയുടെ അടുത്തെത്തിയ ഭീമൻ പാഞ്ചാലിയുടെ മുടി കെട്ടി ശപഥം നിറവേറ്റുന്നു. തുടർന്ന് ശ്രീകൃഷ്ണന്റെ ഭീമൻ എന്നെ ശാന്തനാക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ്. ദുര്യോധനായിട്ട് ഇവിടെ രംഗത്ത് വരുന്നത് ശ്രീ കലാമണ്ഡലം രവികുമാർ, ദുശാസനായി വരുന്നത് ശ്രീ കലാമണ്ഡലം ഹരിയാർ നായർ, ധർമ്മപുത്ര ശ്രീ കലാമണ്ഡലം ആകാശ് വേണുഗോപാൽ, ഭീമൻ കലാമണ്ഡലം ആശ്രിത് വേണുഗോപാൽ, പാഞ്ചാലി ശ്രീ കലാമണ്ഡലം അനിൽകുമാർ, ശൗനി മുമുക്ഷും ഹരിപ്പാട് ബാലകൃഷ്ണൻ, രൗദ്രഭീമൻ ശ്രീ ഫാക്ട് മോഹനൻ. സംഗീതം കലാമണ്ഡലം സുരേന്ദ്രൻ, പരിമളം മധു, കലാഭാരതി രാധാകൃഷ്ണൻ, ചെണ്ട കലാഭാരതി ഉണ്ണികൃഷ്ണൻ, കലാഭാരതി മുരളി, മദ്ദളം കലാമണ്ഡലം അച്യുതവാര്യ, റാണി ഏവൂർ മധു, ചുട്ടി നീലംപേരൂർ ജയൻ, തിരുവനന്തപുരം സതീശൻ. കഥകളി യോഗം മൂടൂർ കൂട്ടം. എല്ലാവർക്കും കഥകളിയിലേക്ക് സ്വാഗതം.